ഹായ് ഓൾ, വെൽക്കം ടു ഡെയിലി ന്യൂസ് അനാലിസിസ് ഓഫ് ദക്ഷിണ ലേണിംഗ്സ്. ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് ഹെഡ്ലൈൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ, സെക്യുലറിസം ഇംപ്ലിസിറ്റ് ഫ്രം ഡേ വൺ, എക്സ്പ്ലിസിറ്റ് ഇൻ 1976. And the second one, accessing India's carbon credit trading scheme targets. And the third and the last, reaching Jarawa tribe of Andaman Islands for census will not be tough. ഇനി നമുക്ക് ഓരോ ന്യൂസുകളും ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. സോ ദ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് സെക്യുലറിസം ഇംപ്ലിസിറ്റ് ഫ്രം ഡേ വൺ, എക്സ്പ്ലിസിറ്റ് ഇൻ 1976. അപ്പം ഈ ഒരു ന്യൂസിന്റെ ഒരു റെലവൻസി വരുന്നത് സെക്യുലറിസം എന്നൊരു വേർഡ് നമ്മളുടെ പ്രിയാമ്പിളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്ത് മാറ്റണം എന്നുള്ള രീതിയിലുള്ള ഡിസ്കഷൻസും കാര്യങ്ങളും ഒക്കെ നടന്നു വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ബേസിസിലാണ് ഈ ഒരു ന്യൂസ് ഇപ്പം റിലവന്റ് ആവുന്നത്. നമുക്കറിയാം സെക്യുലറിസം എന്നൊരു വാക്ക് 1976 നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ 1976 മുമ്പ് തന്നെ നമുക്ക് ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു രീതിയായിരുന്നു നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇതിന്റെ ന്യൂസ് സമ്മറീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് വൺ, സെക്യുലറിസം ഇൻ ഇന്ത്യ വാസ് നോട്ട് ഇമ്പോസ്ഡ് ഇൻ 1976 but is deeply rooted in India's civilization and constitutional history. 1976 ഇങ്ങനെ ഒരു വേർഡ് കൊണ്ടുവന്നതെങ്കിലും ഡീപ്പായിട്ട് ഇന്ത്യയുടെ സിവിലൈസേഷനും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററിയും ഈ ഒരു വേർഡിന് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആശയത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ സെക്കൻഡ് പോയിന്റിൽ നമ്മൾ എന്താ പറയുന്നത്, എല്ലാ റിലീജിയൻസിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഓട്ടോണമി ഉണ്ട്. സ്റ്റേറ്റ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അതിലേക്ക് ഇന്റർഫിയർ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇന്ത്യ ഫോളോ അപ്പ് ചെയ്യുന്നത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ആ സെക്യുലറിസത്തിന്റെ ബേസിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് ഇപ്പം ഈ ഒരു ന്യൂസ് വളരെയധികം ഡിസ്കഷനിൽ ഇരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ആ കണ്ടംപററി കൺസേൺസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഹിന്ദുത്വ നറേറ്റീവ്സ് സീ സെക്യുലറിസം ആസ് മൈനോറിറ്റി അപ്പിസ്മെന്റ്. അതായത് ഹിന്ദു ഒരു രാഷ്ട്രമാക്കി മാറ്റണം അല്ലെങ്കിൽ ഹിന്ദുയിസം ആണ് കൂടുതൽ വരേണ്ടത് എന്നുള്ള രീതിയിലാണല്ലോ ഇപ്പോൾ ഉള്ള എല്ലാ ഡിബേറ്റ്സുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പം ഈ പറയുന്ന സെക്യുലറിസം എന്ന് പറയുന്നത് ഹിന്ദുയിസത്തിന്റെ ഓട്ടോണമി മാത്രമല്ല എന്ത് ചെയ്യുന്നത്, പ്രൊട്ടക്ട് ചെയ്യുന്നത്, ബാക്കി എല്ലാ റിലീജിയസിനെയും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രിസർവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാമ ടെമ്പിൾ കോൺസെക്രേഷൻ 2024 ഇവിടെ സ്റ്റേറ്റ് അതോറിറ്റി ഓവർറോഡ് റിലീജിയസ് ലീഡേഴ്സ് ശങ്കരാചാര്യ ഷോയിങ് സ്റ്റേറ്റ് ഡൊമിനേഷൻ വെൻ റിലീജിയൻ ഈസ് പൊളിറ്റിസൈസ്ഡ്. നമ്മൾ പറഞ്ഞു നമ്മുടെ സ്റ്റേറ്റ് ഒരിക്കലും റിലീജിയസിൽ ഇന്റർഫിയർ ചെയ്യാതെയാണ് ഉള്ളൊരു സിസ്റ്റമാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. പക്ഷേ ഈ കണ്ടംപററി കൺസേൺസ് നോക്കുവാണെങ്കിൽ രാം ടെമ്പിളിന്റെ കൺസ്ട്രക്ഷൻസ് വന്ന സമയത്ത് അവിടെ സ്റ്റേറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡൊമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഈ പറയുന്ന കണ്ടംപററിയിലുള്ള ഒരു ഇഷ്യൂസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഗ്ലോബൽ കമ്പാരിസൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ UK ആംഗ്ലിക്കൻ ചർച്ച് അവിടുത്തെ ഒഫീഷ്യൽ ചർച്ച് എന്ന് പറയുന്നത് ആംഗ്ലിക്കൻ ചർച്ച് ആണ്. അപ്പം പക്ഷേ അവരെല്ലാ റിലീജിയസിനും ഈക്വൽ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഗ്രീസ്, അയർലൻഡ് നോക്കുകയാണെങ്കിൽ റിലീജിയൻ മെൻഷൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബട്ട് ഇക്വാളിറ്റി ഗ്യാരണ്ടീഡ്. ഇവിടെ റിലീജിയൻ എന്ത് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട് ഗ്രീസിന്റെയും അയർലൻഡിന്റെയും കേസസിൽ. പക്ഷെ എന്താണ്, അവിടെ ഇക്വാളിറ്റി അവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ, ശ്രീലങ്കയിലാണെങ്കിൽ സ്റ്റേറ്റ് റിലീജിയൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് വിത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊമിസ് ഓഫ് മൈനോറിറ്റി റൈറ്റ്സ് ഓഫ് നോട്ട് ഹോണേർഡ് ഇൻ പ്രാക്ടീസ്. പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട്, മൈനോറിറ്റീനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനോട് ഇൻടോളറൻസ് ഒന്നും അവർ കാണിക്കുന്നില്ല. സോ ദീസ് മോഡൽസ് മെൻഷൻ റിലീജിയൻ ഡസ് നോട്ട് ഓൾവേസ് ഗ്യാരണ്ടീസ് റിലീജിയസ് ജസ്റ്റിസ്. അല്ലെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്താണ്, റിലീജിയൻസ് ഒരിക്കലും അല്ലെങ്കിൽ എപ്പോഴും ഒരു റിലീജിയസ് ജസ്റ്റിസ് എന്ത് ചെയ്യുന്നില്ല, ഗ്യാരണ്ടി ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഇതിന്റെ ഒരു ഫിലോസഫിക്കൽ ഇൻപുട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നെഹ്റു ഓർഗനൈസ്ഡ് റിലീജിയൻ റെപ്രസെന്റ് ഡോഗ്മ, ബിഗോട്രി ആൻഡ് സൂപ്പർസ്റ്റിഷൻസ്. നെഹ്റു ഓർഗനൈസ് റിലീജിയൻസിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരു ഫിലോസഫിക്കൽ ഇൻപുട്സ് നെഹ്റു കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ജോൺ ലോക്ക് ആൻഡ് റോഗർ വില്യം സ്റ്റേറ്റ് ഷുഡ് നോട്ട് കൺട്രോൾ റിലീജിയൻ. നിങ്ങൾക്ക് സോഷ്യോളജിയിലൊക്കെ സോഷ്യോളജി ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് പഠിക്കുന്നവർക്കൊക്കെ ഈ ജോൺ ലോക്കും റോഗർ വില്യംസിനെ ഒക്കെ പറ്റി പഠിക്കാറുണ്ട്. അപ്പം അത് നോക്കുക, അവരുടെ ഫിലോസഫിക്കൽ തിങ്കിങ് എന്താണ്, റിലീജിയനും സ്റ്റേറ്റുമായിട്ടുള്ള ഒരു കണക്ഷനൊക്കെ പറ്റിയാണ് അവർ പറയുന്നത്. എന്താണ്, സ്റ്റേറ്റ് ഷുഡ് നോട്ട് കൺട്രോൾ റിലീജിയൻ, റിലീജിയൻ ഈസ് ഇൻവേർട്ട് പെർസ്യൂഷൻ നോട്ട് എക്സ്റ്റേണൽ എൻഫോഴ്സ്മെന്റ്. സ്റ്റേറ്റ് ഒരിക്കലും റിലീജിയൻസിൽ എന്ത് ചെയ്യാൻ പാടില്ല, എൻറ്റർ ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഒരു എൻഫോഴ്സ് ചെയ്ത്
ഒരു റിലീജിയനെയും എന്താ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാനും പാടില്ല എന്നുള്ളതാണ് ജോൺ ലോക്കർ ആൻഡ് റോജർ വില്യംസ് പറഞ്ഞിട്ടുള്ളത്. ദെൻ എന്താണ് നമുക്ക് ഇതിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ടെന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യ സെക്യുലറിസം ഈസ് നോട്ട് ആന്റി റിലീജിയൻ. നമ്മൾ ഒരിക്കലും ഒരു റിലീജിയൻ എതിരല്ല. സെക്യുലറിസം മീൻസ് എല്ലാവർക്കും അവരവർ വിശ്വസിക്കുന്ന മതത്തില് എന്താണ് ജീവിക്കാനും അത് ആചരിക്കാനും ഒക്കെ ഉള്ള അവകാശം എന്ത് കൊടുക്കുന്നുണ്ട്? നമ്മളെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്. പെർട്ടിക്കുലർ റിലീജിയനെ നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല. സോ അതാണ് നമ്മുടെ സെക്യുലറിസം എന്ന് പറയുന്നത്. Then calls to abandon secularism are regressive and risk moving India towards theocratic models like Pakistan or Iran. ഇപ്പം ഈ സെക്യുലറിസം എന്ന ഒരു വേർഡ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മാറ്റുവാണെങ്കിൽ നമ്മൾ എന്താ ഒരു റിലീജിയൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കൺട്രി അല്ലെങ്കിൽ പാകിസ്ഥാൻ അല്ലെങ്കിൽ ശ്രീലങ്ക, ഇറാൻ ഒക്കെ ഫോളോ ചെയ്യുന്നത് പോലെ ഒരു റിഗ്രസീവ് ആയിട്ടുള്ള ഒരു റിലീജിയൻ നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും സെക്യുലറിസം എന്ന് പറഞ്ഞ വേർഡ് മാറ്റുവാണെന്നുണ്ടെങ്കിൽ. Okay, then BJP earlier supported positive secularism, not theocracy. So BJP leadersന്റെ ഒരു കോൺട്രവേഴ്സിയൽ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ എന്താണ് ഭാഗമായിട്ടാണ് ഈ ഒരു ന്യൂസിന്റെ റിലവൻസി ഇപ്പം വരുന്നത്. അപ്പൊ നിങ്ങൾ സെക്യുലറിസവും അതിന്റെ ഒരു ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ പഠിക്കുക. ദെൻ നമ്മൾ മെയിൻസിന്റെ ആസ്പെക്ട്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എന്താണ് പൊളിറ്റി ആൻഡ് ഗവേണൻസിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഈ ടോപ്പിക്സ്. എന്താണ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ എത്തിക്സ്, ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്, ഇത്രയും ഏരിയാസിൽ ഇത്രയും GS പേപ്പർ ഇത് കവർ ചെയ്യുന്നുണ്ട്. ദെൻ പൊളിറ്റിയിൽ വരുമ്പോൾ എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രിയാമ്പിൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ബേസിക് സ്ട്രക്ചർ, ഇത്രയും കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. ദെൻ എന്താണ് റിലീജിയനും സ്റ്റേറ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, നമ്മുടെ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നില്ല, ഇന്റർഫിയർ ചെയ്യുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ദെൻ സെക്യുലറിസം ഇൻ കമ്പാരിറ്റീവ് കോൺസ്റ്റിറ്റ്യൂഷണൽ കോണ്ടെക്സ്റ്റ്, അത് മനസ്സിലാക്കുക. ദെൻ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലാകുമ്പോൾ എന്താണ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ ആൻഡ് സെക്യുലർ ഐഡിയാസ്, ആ ഒരു ഫ്രീഡം സ്ട്രഗിളിന്റെ സമയത്ത് എങ്ങനെയാണ് ഈ സെക്യുലർ ഐഡിയാസ് ഡെവലപ്പ് ചെയ്ത് ഫോം ചെയ്ത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ എത്തിക്സ് ആൻഡ് ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്, നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരാളുടെയും ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യുന്നില്ല. സെക്യുലറിസം എന്നൊരു വേർഡിൽ നമ്മൾ എല്ലാ റിലീജിയനെയും ഈക്വലി റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ അതാണ് മെയിൻസിന്റെ ആസ്പെക്ട്സിൽ നോക്കേണ്ടത്. ഇപ്പൊ സെക്യുലറിസം എന്ന് പറയുന്നത് UPSCക്ക് വളരെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നത് കൊണ്ട് നമുക്ക് പ്രിലിംസിലും മെയിൻസിലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. സോ നമുക്ക് കുറച്ച് PYQ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, discuss India as a secular state and compare with the secular principles of the US Constitution. 2024 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Then second one, are tolerance, assimilation and pluralism the key elements in the making of an Indian form of secularism? Justify your answer. 2022 ചോദിച്ചതാണ്. Then what can France learn from the Indian Constitution's approach to secularism? നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 2019, 18, 14, 15 സെക്യുലറിസം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സെക്യുലറിസം വളരെയധികം ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അത് നിങ്ങൾ പ്രത്യേകം ഫോക്കസ് ചെയ്ത് പഠിക്കുക. സോ നിങ്ങൾക്ക് ഒരു പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഈ ക്വസ്റ്റ്യൻ എഴുതുക. സെക്യുലറിസം ഇൻ ഇന്ത്യ ഈസ് നോട്ട് അബൌട്ട് സ്ട്രിക്ട് സെപ്പറേഷൻ ഓഫ് റിലീജിയൻ ആൻഡ് സ്റ്റേറ്റ്, but about principled distance and equal respect for all faith. In light of this statement, critically examine the relevance and the challenges of India's secularism in contemporary times. അപ്പൊ നിങ്ങൾ ഈ ഒരു ആർട്ടിക്കിൾ വായിച്ചതിന്റെ ബേസിസിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യാൻ നോക്കുക. സോ ദ സെക്കൻഡ് ന്യൂസ് എന്ന് പറയുന്നത് accessing India's carbon credit trading scheme targets. അപ്പൊ ഇതെന്താണ് നമ്മുടെ GS3 എൻവയോൺമെന്റ് എക്കണോമി ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. നമുക്ക് ഇതിന്റെ സമ്മറി എന്താണെന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ഈ ന്യൂസ് ഇപ്പൊ റിലവന്റ് ആകുന്നതെന്ന് നോക്കാം. The first one, Indian government has set greenhouse gas emission intensity target for 8 heavy industrial sectors under the carbon credit trading scheme. അതായത് കാർബൺ ക്രെഡിറ്റ് ട്രേഡിംഗ് സ്കീമിന്റെ അണ്ടറിൽ 8 ഹെവി ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആ 8 ഹെവി ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ മെയിൻ ആയിട്ടും ഇതിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു അംബിഷൻസ്, ഈ ടാർഗറ്റ് അംബിഷൻസ് എങ്ങനെ നമ്മൾ മീറ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഈ 8 കീ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കീ സെക്ടേഴ്സ് ഉണ്ടല്ലോ, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ അലൂമിനിയം, ദെൻ സെക്കൻഡ് വൺ സിമെന്റ്, തേർഡ് പേപ്പർ ആൻഡ് പൾപ്പ്, ക്ലോർ ആൽക്കലി, അയൺ ആൻഡ് സ്റ്റീൽ, ടെക്സ്റ്റൈൽ, പെട്രോകെമിക്കൽസ്, പെട്രോളിയം റിഫൈനറീസ്. അപ്പം ഇത്രയും 8 സെക്ടേഴ്സ് ആണ്. ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഈ സെക്ടേഴ്സ് നമുക്ക് പ്രിലിംസിന്റെ ആസ്പെക്ട്സിലൊക്കെ ചോദിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. സോ അലൂമിനിയം, സിമെന്റ്,
പേപ്പർ ആൻഡ് പൾപ്പ്, ക്ലോർ ആൽക്കലി, അയൺ ആൻഡ് സ്റ്റീൽ, ടെക്സ്റ്റൈൽ, പെട്രോകെമിക്കൽസ്, പെട്രോളിയം റിഫൈനറീസ്. ഇത്രയും കാര്യങ്ങൾ നോക്കുക. അപ്പൊ മെയിൻ ആയിട്ടും ഇതിന്റെ ഈ ഒരു ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഈ അംബിഷൻസ് എങ്ങനെ നമ്മൾ അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യും എന്നുള്ളതായിരുന്നു ആ ഒരു ആർട്ടിക്കിളിൽ നമ്മൾ മെയിൻ ആയിട്ടുള്ള നമ്മുടെ കൺസേൺ എന്നുള്ളത്. അപ്പൊ അതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ എക്കണോമി വൈഡ് ലെവലിൽ ആക്സസ് ചെയ്യുക, ഇൻഡിവിജ്വൽ ആക്സസ് നടത്താതെ അതൊരു എക്കണോമി വൈഡ് ലെവലിലുള്ള ഒരു ആക്സസും കാര്യങ്ങളും ഒക്കെ നടത്തുക ഈ ഒരു അംബിഷൻ മീറ്റ് ചെയ്യാനായിട്ട്. ദെൻ എന്താണ്, മാർക്കറ്റ് ബേസ്ഡ് മെക്കാനിസം ലൈക്ക് പാറ്റ്, അതായത് പെർഫോം, അച്ചീവ് ആൻഡ് ട്രേഡ്, ആ ഒരു മെക്കാനിസം, മാർക്കറ്റ് ബേസ്ഡ് മെക്കാനിസം ആണ് ഇത് ഫോളോ ചെയ്യുക. ദെൻ എന്താണ്, ഹാവ് ഷോൺ സക്സസ് ഇൻ റിഡ്യൂസിങ് അഗ്രിഗേറ്റ് എനർജി ഇന്റൻസിറ്റി. ഈ പറയുന്ന അഗ്രിഗേറ്റ് എനർജി ഇന്റൻസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. സോ ഈവൻ ഇഫ് ഇൻഡിവിജ്വൽ സെറ്റ് ഓഫ് പെർഫോമൻസ് വേരിയഡ്, നേരത്തെ എന്തായിരുന്നു, ഇൻഡിവിജ്വൽ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ അംബിഷൻസ് എന്ത് ചെയ്യാനാണ്, അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്കണോമി വൈഡ് ലെവലിലുള്ള ഒരു ആക്സസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഇൻഡിവിജ്വൽ ലെവലിലുള്ള ആക്സസ് മാറ്റി വൈഡ് ലെവലിലേക്ക് ആക്സസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈവൻ ഈ അഗ്രിഗേറ്റ് എനർജി ഇന്റൻസിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. ഈവൻ ഇൻഡിവിജ്വൽ സെറ്റ് ഓഫ് പെർഫോമൻസ് വേരി ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ അഗ്രിഗേറ്റ് എനർജി ഇന്റൻസിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കുറയ്ക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. സോ നമ്മൾ നേരത്തെ പറഞ്ഞു പാറ്റ് സ്കീം. അപ്പൊ ഈ പാറ്റ് സ്കീം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2012-14 വന്നിട്ടുണ്ടായിരുന്ന ഒരു സ്കീമാണ്. ദെൻ ഇതിൽ എന്താണ് പറയുന്നത്, മിക്സഡ് റിസൾട്ട് അറ്റ് എൻറ്റിറ്റി ആൻഡ് സെക്ടർ ലെവൽസ്. എൻറ്റിറ്റിയിലും സെക്ടർ ലെവൽസിലും ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക. എനർജി ഇന്റൻസിറ്റി ഇൻക്രീസ്ഡ് ഇൻ പേപ്പർ ആൻഡ് ക്ലോർ ആൽക്കലി. എനർജി ഇന്റൻസിറ്റി എവിടെയാണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്, പേപ്പറിലും ക്ലോർ ആൽക്കലി. നമ്മൾ പറഞ്ഞ 8 സെക്ടറിലുള്ള 2 സെക്ടേഴ്സ് ആണ്. ഈ 2 സെക്ടറിലും എനർജി ഇന്റൻസിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. ഡിക്രീസ് ഇൻ അലൂമിനിയം ആൻഡ് സിമെന്റ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മേ ബി പ്രിലിംസിന്റെ ആസ്പെക്ട്സിൽ നമുക്ക് ചോദിക്കാൻ പറ്റും, എനർജി ഇന്റൻസിറ്റി കൂടുതൽ ഏത് സെക്ടേഴ്സിലാണ്, പേപ്പർ, ക്ലോർ ആൽക്കലി ആണ്. ഡിക്രീസ് ചെയ്തിട്ടുള്ളത് അലൂമിനിയം ആൻഡ് സിമെന്റ് ആണ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. Then but overall energy intensity of the economy declined ചെയ്തേക്കാണ്. ദെൻ എന്താണ്, എന്തുകൊണ്ടാണ് ഈ പറയുന്ന അഗ്രിഗേറ്റ് അനാലിസിസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, അല്ലെങ്കിൽ അതൊരു മാറ്റർ ആവുന്ന എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, കാർബൺ മാർക്കറ്റ്സ് ആർ എക്സ്റ്റേണാലിറ്റി ഡ്രിവൺ. സോ ദാറ്റ് മീൻസ് their goal is overall emission reduction, not uniform performance. അതായത് ഒരു യൂണിഫോം പെർഫോമൻസിലല്ല ഈ പറഞ്ഞ അഗ്രിഗേറ്റ് അനാലിസിസ് മാറ്റർ ചെയ്യുന്നത്. പകരം എന്താണ്, ഒരു ഓവറോൾ എമിഷൻസ് റിഡക്ഷൻ ചെയ്യാണ്. യൂണിഫോമിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ ഓവറോൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ കാർബൺ എമിഷൻസ് കുറയ്ക്കുക എന്നുള്ളതാണ് ഈ അഗ്രിഗേറ്റ് അനാലിസിസ് കൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. എൻറ്റിറ്റി ലെവൽ ടാർഗറ്റ് ഓൺലി ഡിറ്റർമൈൻ ഫിനാൻഷ്യൽ ട്രാൻസ്ഫർ അക്രോസ് ഫെയിം സെക്ടേഴ്സ്, നോട്ട് ദ ആക്ച്വൽ എമിഷൻ ഔട്ട്കം. ഓക്കെ, ഈ എൻറ്റിറ്റി ഇവിടെ നമ്മൾ പറഞ്ഞു മിക്സഡ് റിസൾട്ട് ആയിട്ട് എൻറ്റിറ്റി ആൻഡ് സെക്ടർ ലെവൽസിലാണ് ഇത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ ആ എൻറ്റിറ്റി ലെവലിൽ ടാർഗറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഫിനാൻഷ്യൽ ട്രാൻസ്ഫേഴ്സിനെ മാത്രമാണ്. എവിടെ, എക്രോസ് ഫേംസ് അല്ലെങ്കിൽ സെക്ടേഴ്സിന്. അതിന്റെ ആക്ച്വൽ എമിഷൻ ഔട്ട്കമ്മിനെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നില്ല, എവിടെയും മെൻഷൻ ചെയ്യുന്നില്ല. ദെൻ എന്താണ്, ഹിസ്റ്റോറിക്കൽ കമ്പാരിസൺ വിത്ത് പാറ്റ് ആർ നോട്ട് സഫിഷ്യന്റ് ടു അക്സസ് അംബിഷൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയാലും ഇത് ഈ ഒരു ഹിസ്റ്റോറിക്കൽ കമ്പാരിസൺ വെച്ച് ശരിക്കും നമ്മളുടെ ഈ അംബിഷൻ ആക്സസ് ചെയ്യാനുള്ള ഡേറ്റാസ് അവൈലബിൾ അല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദെൻ എന്താണ്, ഒൺലി കമ്പാരിസൺ വിത്ത് ഫ്യൂച്ചർ നെറ്റ് സീറോ അലൈൻഡ് പാത്വേസ്, ഇന്ത്യസ് NDCs ആൻഡ് 2017 നെറ്റ് സീറോ ഗോൾ. ഓക്കെ, ഇതാണ് ഫ്യൂച്ചർ നെറ്റ് സീറോ അലൈൻഡ് പാത്വേസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ പറ്റുന്നത് ഇതുമായിട്ടാണ്. എന്തായിട്ട് പറ്റില്ല, പാറ്റ്, ഹിസ്റ്റോറിക്കൽ കമ്പാരിസൺ വിത്ത് പാറ്റുമായിട്ട് പറ്റില്ല. സോ അതുകൊണ്ടാണ് ഈ അഗ്രിഗേറ്റ് അനാലിസിസ് എന്ത് ചെയ്യുന്നത്, മാറ്റർ ആകുന്നത്. ഇനി ഫ്യൂച്ചറിലുള്ള എമിഷൻ ഇന്റൻസിറ്റി പ്രൊജക്ട്സ് ആണ്. ഇതും നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കുക. പവർ സെക്ടർ CO2 ഇന്റൻസിറ്റി ഡിക്ലൈൻ 2025 to 2030 expected at 3.44% annually per GDP യൂണിറ്റ് ആണ്. ഇത് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഫ്യൂച്ചർ മിഷൻ ആണ്. അത് നോക്കുക, പവർ സെക്ടർ CO2 ഇന്റൻസിറ്റി ഡിക്ലൈൻ. then എന്താണ്, മാനുഫാക്ചറിംഗ് സെക്ടർ EIBA ഡിക്ലൈൻ, കറന്റ് CCT സെക്ടർ ടാർഗറ്റ്സ്. ഇതൊക്കെയാണ് നമ്മൾ ഫ്യൂച്ചറിലേക്ക് എമിഷൻ ഇന്റൻസിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്ഷൻസ് ഒക്കെ, പ്രൊജക്ട്സ് ഒക്കെ.
ഓക്കെ, ഇനി ഇതിന്റെ ഒരു റിലവൻസി ഇന്ത്യ പോലെയുള്ള കൺട്രിക്ക് എത്രത്തോളം റിലവന്റ് ആണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യസ് നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ, ദാറ്റ് ഇസ് NDC, നമ്മൾ നേരത്തെ പറഞ്ഞു പാറ്റിന്റെ ഇതുമായിട്ട് നമുക്ക് കമ്പാരിസൺ നടത്താൻ പറ്റത്തില്ല, പകരം NDCയുമായിട്ടാണ് ആ ഒരു ആക്ച്വൽ എമിഷൻസിന്റെ കമ്പാരിസൺ നടത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. സോ നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ പാരീസ് എഗ്രിമെന്റിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? റെഡ്യൂസ് എമിഷൻ ഇന്റൻസിറ്റി ഓഫ് GDP ബൈ 45% by 2030. 2030 എന്ത് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 45% കുറയ്ക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എമിഷൻ ഇന്റൻസിറ്റി കുറയ്ക്കും എന്നുള്ളതാണ് പറയുന്നത്. ഈ 45% എന്നുള്ളതും ഈ ഇയറും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം പ്രിലിംസിന്റെ ആസ്പെക്ട്സിൽ ചോദിക്കുകയാണ്, ഈ നമ്പേഴ്സ് ഒക്കെ മാറ്റിയിട്ടിട്ട് UPSC കുറച്ച് കൺഫ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാക്ട്സ് ആണ്. സോ അത് മനസ്സിലാക്കുക. Then CCTS must align with this trajectory to remain effective. Then എന്താണ്? ഇൻഡസ്ട്രിയൽ സെക്ടർ need to progressively increase ambition and align with the net zero 2017 goals. അപ്പം ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു പോയാൽ മതി. ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ആ ഒരു നമ്പറും ഇയറും. സോ മെയിൻസിന്റെ ആസ്പെക്ട്സിൽ വരുമ്പം ഓൾറെഡി നമ്മൾ പറഞ്ഞു GS3 വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എക്കണോമിയുടെ ആസ്പെക്ട്സും കൂടി അതിനകത്ത് വരുന്നുണ്ട്. So the third and the last news is reaching Jarawa tribe of Andaman Islands for census will not be tough. നമ്മൾ ഈ സെൻസസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ ഇപ്പം എന്തിൽ വരുന്നുണ്ട്? ന്യൂസ് പേപ്പേഴ്സിലും മീഡിയാസിലും ഒക്കെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അതിൽ കൂടുതൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തപ്പം സെൻസസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് ട്രൈബ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ശ്രീലങ്കൻ ട്രൈബ്സിന്റെ ഒരു ജനറ്റിക് സ്റ്റഡിയുടെ കാര്യം നമ്മൾ ഒരു റീസെന്റ് ഉള്ള ഒരു ന്യൂസിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ആൻഡമാൻ ഐലൻഡിലേക്ക് സെൻസസിന് വേണ്ടി റീച്ച് ചെയ്യുന്നത് ഒരിക്കലും ഒരു ടഫ് ആയിട്ടുള്ള ഒരു എന്താണ് പ്രോസസ് ആയിരിക്കില്ല എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ നമുക്കറിയാം സെൻസസ് ഇനി നടക്കാൻ പോകുന്നത് എന്താണ്? 2027 നടക്കാൻ പോകുന്നത്. 2026 സ്റ്റാർട്ട് ചെയ്യുന്നത് സ്നോ ബൗണ്ട് ഏരിയാസിലാണ്, അതായത് ലഡാക്ക്, ജമ്മു കാശ്മീർ പോലെയുള്ള സ്ഥലങ്ങളിലാണ് 2026 സ്റ്റാർട്ട് ചെയ്യുക. ദെൻ 2027 മാർച്ച് 2027 ബാക്കിയുള്ള സ്റ്റേറ്റ്സിനെയും കൂടി കവറപ്പ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഫുൾ സെൻസസ്. അത് ഒരു പാർട്ട് എല്ലാ ഏരിയസിലുമുള്ള സെൻസസ് ഉണ്ട് അത്. സോ അതാണ് ഫുൾ സെൻസസ് എന്ന് പറയുന്നത്. സോ 2027 അത് കൺക്ലൂഡ് ചെയ്യുകയാണ് നമ്മൾ. ഈ ഒരു ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് PVTG, അതായത് പെർട്ടിക്കുലർ വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് ഇൻ ആൻഡമാൻ ആൻഡ് നിക്കോബർ ഐലൻഡ്സ് ഡ്യൂ ടു ദെയർ യുണീക് ഡെമോഗ്രാഫിക് ഹെൽത്ത് കെയർ ആൻഡ് കൾച്ചറൽ പ്രൊഫൈൽസ്. അപ്പൊ നമ്മൾ ആ ഒരു ന്യൂസിൽ ഞാൻ നേരത്തെ ഒരു ന്യൂസിന്റെ റെഫറൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അപ്പൊ ആ റെഫറൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവരുടെ ലൈഫ് സ്റ്റൈല് അല്ലെങ്കിൽ അവരുടെ ഡെമോഗ്രാഫിക് കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം ഡിഫറെന്റ് ആണ്. ഇവർ കൂടുതലും എപ്പിഗമീനെ എന്ത് ചെയ്യുന്നത് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. എപ്പിഗമി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു സൊസൈറ്റിയിൽ അവരുടെ തന്നെ എന്താണ് സർക്കിളിലുള്ള ആൾക്കാരെ തന്നെ വിവാഹം കഴിച്ച് അവര് അവിടെ തന്നെ കൂടുന്ന ഒരു ഇതിനെയാണ് എപ്പിഗമി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അവരുടെ ഈ ജീൻ എന്നൊക്കെ പറയുന്നത് പുറത്തുള്ള ആൾക്കാരുമായിട്ട് വളരെയധികം വ്യത്യാസവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ദെൻ അവരുടെ ഹെൽത്ത് കെയർ ആണെങ്കിലും അതുപോലെ തന്നെ അവരുടെ കൾച്ചറൽ രീതിയും ആണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഒരു ഹാബിറ്റാറ്റ്സ് ആണെങ്കിലും എല്ലാം എന്താണ് ഡിഫറെന്റ് ആണ്. അപ്പം ആ ഒരു സെൻസസ് എടുക്കാനായിട്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ചും ഈ പെർട്ടിക്കുലർ വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്, അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, അതൊക്കെ നോർമൽ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ നോർമൽ ആളുകളുടെക്കാട്ടിലും വളരെയധികം ഡിഫറെന്റ് ആണ്. സോ അവരെ ആ രീതിയിൽ തന്നെ നമ്മൾ സെൻസസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ PVTGs ഇൻ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, അവിടെ മെയിൻ ആയിട്ടും 6 ഇൻഡൈജീനിയസ് ട്രൈബ്സും ആണുള്ളത്. അതിനകത്ത് 5 PVTGയുടെ അണ്ടറിലാണ് വരുന്നത്, അതായത് പെർട്ടിക്കുലർ വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ് ആണ്. ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഈ ട്രൈബ്സിന്റെ പേരെന്ന് പറയുന്നത് ജറാവ, ഓങ്കെ, ഗ്രേറ്റ് ആൻഡമാനീസ്, ഷോംപെൻ, സെന്റിനൽസ്, നിക്കോബാർസ്. അപ്പം ഇത്രയും ട്രൈബ്സ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എന്താ പ്രിലിംസിന്റെ ആസ്പെക്ട്സിലൊക്കെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ്. സോ അത് നോക്കുക. ഈ ജറാവ ആണെങ്കിലും ഓൺകെ ആണെങ്കിലും ഗ്രേറ്റ് ആൻഡമാനീസ് ആണെങ്കിലും ഷോംപെൻ ആണെങ്കിലും സെന്റിനൽസി ആണെങ്കിലും എന്താണ് ഇവർ ഇത്രയും ഈ 5 PVTGS ഉൾപ്പെടുന്നതാണ്. ഇതിനെ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടില്ല?
പെർട്ടിക്കുലർ വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടില്ല. സോ ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, ട്രൈബ്സിന്റെ പേരെന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇവരുടെ ഒരു ഹെൽത്ത് കെയർ ആൻഡ് സർവൈവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഹിസ്റ്ററിയാണ് പറയുന്നത്. നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾക്ക് കിട്ടുന്ന ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസും കാര്യങ്ങളും ഒന്നുമല്ല, അല്ലെങ്കിൽ നമ്മളുടെ രീതികളല്ല അവർ ഫോളോ ചെയ്യുന്നത്. അപ്പം 1999 ഡോക്ടർ രത്തൻ ചന്ദ്രകർ അവരുമായിട്ട് ഈ ജറാവാസിന്റെ ഇടയ്ക്ക് ഒരു ക്ലോസ് ആയിട്ടുള്ള സ്റ്റഡീസും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. മിസൈൽസ് ഔട്ട് ബ്രേക്കിനെ എന്ത് ചെയ്യാനായിട്ട് അവിടുന്ന് മാറ്റാൻ അല്ലെങ്കിൽ അവിടെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡീസും കാര്യങ്ങളും ഒക്കെ ഡോക്ടർ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. സോ എന്താണ് പ്രിവെന്റഡ് മോർട്ടാലിറ്റി ഫ്രം ഡിസീസ് ലൈക്ക് മലേറിയ, മംസ്, ഹെപ്പറ്റൈറ്റിസ് ആൻഡ് കൺജക്റ്റീവ്സ്. ഈ ഒരു ഏരിയ ഇത്രയും എന്താണ് ഏരിയാസിൽ ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു ഡോക്ടറിന്റെ സ്റ്റഡീസും കാര്യങ്ങളും എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നത്. സോ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് പ്രൊയാക്റ്റീവ് ഹെൽത്ത് കെയർ പ്ലസ് റെസ്പെക്ട് ഫോർ ട്രഡീഷണൽ മെഡിസിൻ. നമുക്കറിയാം അവര് നമ്മളുടെ രീതിയിലുള്ള ഫുഡ് ഹാബിറ്റ്സും അല്ല, നമ്മുടെ രീതിയിലുള്ള മെഡിസിൻ കാര്യങ്ങളും ഒന്നുമല്ല അവർ ഫോളോ ചെയ്യുന്നത്. പക്ഷെ അവരെ ടോട്ടലി എല്ലാം റിമൂവ് ചെയ്ത് അവരുടെ ട്രഡീഷണൽ രീതികൾ മാറ്റി നമ്മളുടെ മാത്രം ചെയ്യാനാണെങ്കിൽ അത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ പുള്ളി ഉദ്ദേശിച്ച ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു. സോ അതാണ് അതിനകത്ത് പറയുന്നത്. സോ അതിനുശേഷം പോപ്പുലേഷൻ ഇംപ്രൂവ്മെന്റ് ആണ്. പ്രീ 1998 പോപ്പുലേഷൻ ഫിഗേഴ്സ് വേർ റഫ് എസ്റ്റിമേറ്റ്. പോസ്റ്റ് 1998 ആണെങ്കിൽ എന്താ കോണ്ടാക്ട്, സാറ്റലൈറ്റ് ഇമേജറി, ട്രസ്റ്റ് ബിൽഡിംഗ് ആൻഡ് ഹെൽത്ത് ഔട്ട്റീച്ച് ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഈ എസ്റ്റിമേഷൻസ് പോപ്പുലേഷൻ എസ്റ്റിമേഷൻസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റി. ദെൻ PM ജൻമൻ സ്കീം. ഗവൺമെന്റ് ഐഡന്റിഫൈഡ് 191 PVTG ഇൻഡിവിജ്വൽസ് ഇൻ ആൻഡമാൻ നിക്കോബാർ സോ ഫാർ ഫോർ വെൽഫെയർ ടാർഗറ്റിംഗ്. അപ്പം ഈ PM ജന്മൻ സ്കീം എന്താണെന്ന് നോക്കുക. ഇതെന്താണ്, പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ്. അപ്പം ജസ്റ്റ് ആ സ്കീമും കാര്യങ്ങളും കൂടി ഒന്ന് നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, ദെൻ ആൻഡമാൻ ട്രങ്ക് റോഡ് ഇതെന്താണെന്നുള്ളത് നോക്കാം നമുക്ക്. അതിന്റെ ഒരു ഇമ്പാക്റ്റും അതിന്റെ ഒരു കൺസേൺസും എന്താണെന്നാണ് പറയുന്നത്. ഇപ്പം ATR അല്ലെങ്കിൽ ആൻഡമാൻ ട്രങ്ക് റോഡ് അവിടേക്കുള്ള ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും കൾച്ചറൽ ഇൻട്രൂഷൻസ് ഇൻ ടു ട്രൈബൽ ടെറിട്ടറീസ് അതൊരു കൺസേൺഡ് ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് ഈ ഒരു എന്താണ് ATR വഴി ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് അവരുടെ കൾച്ചറിലേക്കുള്ള ഒരു ഇൻട്രൂഷൻ ആയിട്ടാണ് അവര് പലപ്പോഴും അത് മനസ്സിലാക്കുന്നത്. ഡോക്ടർ കാസ് പൊസിഷൻ മിനിമൽ ഇന്റർവെൻഷൻസ്, അതായത് അവര് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ജീവിത രീതികളുമായിട്ട് ചേർന്ന് പോകാതെ സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരാൾക്കാരാണ്. അപ്പൊ അവർ ആ രീതിയിൽ ഡിസ്റ്റർബ് ചെയ്യാതെ അവരുടെ ഒരു മിനിമൽ ഇന്റർവെൻഷൻസിലൂടെ അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഡോക്ടർ കാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ ജറാവാസ് ഹെൽത്ത് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എന്താണ്, നോ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, അതായത് ഹൈപ്പർ ടെൻഷൻ ഇല്ല, ഡയബറ്റീസ് ഇല്ല, കാർഡിയാക് ഇഷ്യൂസ് ഇല്ല. അതായത് ഈ പറയുന്ന നമുക്ക് വരുന്ന ഇപ്പോഴത്തെ ഇഷ്യൂസുകളായ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒന്നും ഈ പറയുന്ന ജറാവാസിന് ഇല്ല. അവരുടെ ഹെൽത്ത് ആ രീതിയിൽ ഓക്കെ ആണ്. ദെൻ എന്താണ്, നോർമൽ ഡെലിവറീസ് ആണ്. ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് 50+ ആണ്. നോർമൽ ഡെലിവറീസ് ആണ് കൂടുതലും അവിടെ നടക്കുക. ദെൻ എന്താണ്, ഹൈ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഡ്യൂ ടു ട്രഡീഷണൽ ലൈഫ് സ്റ്റൈൽ. ഇപ്പൊ ഇവർക്ക് അസുഖങ്ങൾ തന്നെ വന്നാലും അവർക്ക് നാച്ചുറലി ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്, കാരണം അവർ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് അവരുടെ ഇപ്പം മിസിൽസ് വന്നപ്പോഴും എന്താ മൊത്തത്തിലുള്ള അവരുടെ ട്രഡീഷണൽ ആ ഒരു മെഡിസിൻ നമ്മൾ ചേഞ്ച് ചെയ്യാതെ നമ്മുടെ ഇതും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു രീതി അവിടെ ഡോക്ടർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ മെയിൻസിന്റെ ആസ്പെക്ട്സിൽ നോക്കുകയാണെങ്കിൽ എന്താ, GS1 സൊസൈറ്റിയിൽ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ GS2 ഗവേണൻസ് ആൻഡ് വെൽഫെയർ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് GS1 കൾച്ചറലിന്റെ ആസ്പെക്ട്സിലും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ആർട്ടിക്കിൾസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇന്നത്തെ ഈ 3 ന്യൂസുകളും നിങ്ങൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുക. അതിൽ ഓരോ പോയിന്റ്സും അത് നിങ്ങൾക്ക് കൂടുതൽ സെർച്ച് ചെയ്ത് ആർട്ടിക്കിൾസ് വായിച്ച് നിങ്ങളുടേതായിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂ ആൻഡ് നോട്ട്സ് ഉണ്ടാക്കി വെക്കുക. അതുമായിട്ട് കൊടുത്തിട്ടുള്ള PYQs ചെയ്തു നോക്കുക. അതേപോലെ തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യനും ചെയ്തു നോക്കുക. ഓക്കെ, താങ്ക് യു.